വോട്ടെണ്ണലിന് ഇനി 2 നാൾ മാത്രമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഭരണവിരുദ്ധ തരംഗമില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. വോട്ട് വിഹിതം കൂട്ടില്ല എന്ന എക്സിറ്റ് പോളിൽ BJPക്കും ആശങ്കയുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ഒടുവിൽ ഈ ചാണക്യയുടെ എക്സിറ്റ് പോൾ വന്നപ്പോഴും UDFന് ഒരു മേൽക്കൈ പറയുന്നത് വലിയ തോതിൽ UDF ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നുള്ള തരത്തിൽ തന്നെയല്ലേ കാര്യങ്ങൾ പോകേണ്ടത്? ആരെങ്കിലും പ്രത്യേക പ്രതീക്ഷ വെക്കുന്നുണ്ട്? എന്തോ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് ക്യാമ്പ് ഈ എക്സിറ്റ് പോളിലല്ല വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയൊരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്, ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് UDF ക്യാമ്പ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഈ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ അതൊരു സൂചന മാത്രമാണ്. ആ സൂചന ഒരു ട്രെൻഡിന്റെ സൂചനയാണ്. അതുകൊണ്ട് UDFന് അനുകൂലമായ ഒരു പൊതു തരംഗം സംസ്ഥാനത്തുടനീളം അലയടിച്ചിട്ടുണ്ട് എന്നൊരു പൊതു വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പുള്ളത്. അതേസമയം ഇതൊരു നെക്ക് ടു നെക്ക് ഫൈറ്റിന്റെ സൂചന മാത്രമാണ് നൽകുന്നത്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ പ്രതീതി തീർക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. അതേസമയം BJP ആകട്ടെ 0 മുതൽ 4 അല്ലെങ്കിൽ 5 സീറ്റ് വരെ എന്ന് പല സർവേകളിലും എടുത്തു പറയുന്നതുകൊണ്ട് ഈ സീറ്റുകൾ ഏതൊക്കെയായിരിക്കും നിയമം അവർ വലിയ പ്രതീക്ഷ വെച്ച മണ്ഡലമാണ്. കഴക്കൂട്ടം അങ്ങനെയാണ്, തൃശ്ശൂരും പാലക്കാടും അങ്ങനെയാണ്, മഞ്ചേശ്വരം അങ്ങനെയാണ്. ഇവിടെ എവിടെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാകും അക്കൗണ്ട് തുറക്കാൻ കഴിയുക? അതോടൊപ്പം ചാത്തന്നൂർ BJP വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന മണ്ഡലമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുമോ? അങ്ങനെ ആദ്യമായി കേരളത്തിന്റെ വടക്കും തെക്കും മധ്യ കേരളത്തിലുമൊക്കെ അക്കൗണ്ട് തുറക്കുകയെന്ന അവരുടെ കാലങ്ങളായുള്ള ലക്ഷ്യം യാഥാർത്ഥ്യമാകുമോ? ഇതറിയാൻ ഇനി 2 നാളിന്റെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. എന്തായാലും UDFന് മേൽക്കൈ നൽകുന്ന എക്സിറ്റ് പോൾ സർവേ റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തെ ചാണക്യയുടെ എക്സിറ്റ് പോൾ സർവേയിലടക്കം കൃത്യമായി തന്നെ അങ്ങനെ തന്നെയാണ് വരുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തോടെ അടുത്ത തരത്തിലേക്ക് ഈ ചർച്ചകൾ കൊണ്ടുപോകുന്നത്. അതായത് മുഖ്യമന്ത്രി ചർച്ചയിൽ മന്ത്രിമാരാരായിരിക്കണം എന്ന തരത്തിലേക്കൊക്കെ ഈ ചർച്ചകൾ നീളുന്നതിന്റെ കാരണം UDF ക്യാമ്പിന്റെ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. പക്ഷേ അത് ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എത്രയാകും, എത്ര കണ്ട് അവർക്ക് ആത്മവിശ്വാസത്തോടെ അത്തരം ചർച്ചകളിലേക്ക് നീങ്ങാം എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണമെന്ന് മാത്രം. ഡാൻ, എന്താണെങ്കിലും ഈ എക്സിറ്റ് പോളുകളുടെ ഫലമൊക്കെ പലപ്പോഴും നമ്മൾ കരുതുന്നതിലുമൊക്കെ നേർ വിപരീതമായി മാറാറുണ്ട്. പക്ഷേ കുറേയൊക്കെ ഈ ടുഡേസ് ചാണക്യയുടെ ഫലങ്ങളെ അല്ലെങ്കിൽ അത് കൃത്യമാണ് എന്ന് കരുതുന്ന രാഷ്ട്രീയ വിദഗ്ധരുണ്ട് എന്താണെങ്കിലും. പക്ഷെ അവർ പറയുന്നൊരു കാര്യം അത്ഭുതപ്പെടുത്തുന്നതാണ്, തൂക്കുസഭയ്ക്കുള്ള സാധ്യത. ഇത്തരമൊരു സാഹചര്യത്തെ മുന്നണികൾ എങ്ങനെയാണ് കാണുന്നത്? നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക്, അതായത് ഒരു 5 സീറ്റുകൾക്ക് മുകളിൽ BJP സംസ്ഥാനത്ത് നേടുന്ന ഒരു അസാധാരണമായൊരു സാഹചര്യം ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും അങ്ങനെ സംഭവിച്ചാൽ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രമേ ഈ ഒരു തൂക്കുസഭ എന്നൊരു ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയുള്ളൂ. പക്ഷേ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ എത്രത്തോളം ഉണ്ട് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും ഒരു കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി ഇത്തവണ ഉണ്ടായിരിക്കുന്നു. 2011 ശേഷം ആദ്യമായാണ്. അതായത് 2011 മുതൽ UDFൽ നിന്ന് അകലം പാലിച്ചിരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് അത് കൃത്യമായി UDF ക്യാമ്പിലേക്ക് തിരിച്ചെത്തുന്ന റിവേഴ്സ് സ്വീപ്പിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നൊരു പൊതു വിലയിരുത്തൽ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു തൂക്കസഭയ്ക്കുള്ള സാധ്യത എത്രത്തോളമാണ് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതേസമയം അങ്ങനെയല്ല, കൃത്യമായൊരു രാഷ്ട്രീയ പോരാട്ടം BJPക്ക് അവരുടെ കൃത്യമായ വോട്ടുകൾക്കപ്പുറത്തേക്ക് വീണ്ടും മറ്റ് നിഷ്പക്ഷ വോട്ടർമാരെയും സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ തൃശ്ശൂരിലും പാലക്കാടും അതോടൊപ്പം മധ്യ കേരളത്തിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ഈ 5 സീറ്റുകൾ അവർ പ്രതീക്ഷ വെക്കുന്ന 5 മുതൽ 7 വരെയുള്ള സീറ്റുകൾ എന്നൊക്കെ പറയുന്നത് അത് ഒരുപക്ഷെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ അവർക്ക് മേൽക്കൈ നേടാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളാകും. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമത്ത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു
പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന മണ്ഡലം. അത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അവിടെയാണ് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പോരാട്ടം. ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല എന്താണ് ഫലമെന്ന്, എന്താകും ഫലമെന്ന്. ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ആർക്കാകും, ശബരിനാഥൻ പിടിച്ച വോട്ടുകൾ അത് ആർക്ക് തുണയാകും, ആർക്ക് വിനയാകും, ഈ കാര്യത്തിലൊക്കെ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. എന്തായാലും 5 സീറ്റുകൾക്ക് മുകളിൽ പിടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ ഒരു തൂക്കസഭ എന്ന ഒരു ആശയത്തിന് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിനൊക്കെ സാധ്യത തെളിയുകയുള്ളൂ. അതല്ല എങ്കിൽ വിരളമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ട്രെൻഡുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. റൈറ്റ്. എന്നാൽ ഡാൻ കുര്യൻ തുടരുക. നമ്മൾ